എപ്പോഴും നമ്മളൊന്നറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും, കർമ്മങ്ങൾക്ക്, ജോലിക്ക്, എല്ലാറ്റിനു വേണ്ടി പുറപ്പെടുമ്പോൾ എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, ഞാൻ ഇറങ്ങുന്ന ഈ പ്രവൃത്തി ശുദ്ധിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഭംഗിയോടുകൂടിയും ഉറപ്പോടുകൂടിയും പൂർത്തീകരിക്കുവാനായിക്കൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യത്തോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ഭംഗിയോടുകൂടി ആത്മാർപ്പണ ബോധത്തോടുകൂടി നിർവഹിക്കുവാനുള്ള കഴിവും കരുത്തും എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോയിക്കൂടെ? അവിടെ എവിടെയാണോ ഈശ്വരനോ മതമോ അന്ധവിശ്വാസമോ ഇരിക്കുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും പറയാൻ അവകാശപ്പെട്ടതാണ്. ജാതി മത ഭേദ വർഗ വർണ്ണ ഭേദമന്യേ ഏവർക്കും ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിക്കൂടെ? നിങ്ങളറിയാൻ, ഈശ്വരനെ അറിയാൻ എല്ലാ മതസ്ഥർക്കും എല്ലാ സംസ്കാരത്തിൽപ്പെട്ടവർക്കും ഈശ്വരൻ ഒന്ന് തന്നെയാണെന്നറിയണം. ആ ഈശ്വരൻ തന്നെയാണ്, ആ ഈശ്വരാംശമാണ് എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളത്. ഞാൻ പറയുമ്പോൾ ഈശ്വരൻ ഈശ്വരൻ എന്നേ വരൂ, അല്ലെങ്കിൽ ദേവി എന്ന് എൻ്റെ ഉപാസനാമൂർത്തിയെ വെച്ചുകൊണ്ട് ഞാൻ ചില സമയത്ത് പറഞ്ഞു പോയിക്കൂടായില്ല. എങ്കിലും ഏവർക്കും ഇഷ്ടപ്പെടുന്നൊരു വാക്കാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആർക്കും തർക്കമുണ്ടാകുകയുമില്ല. എല്ലാ മതത്തിൽപ്പെട്ടവരും ഈശ്വര വിശ്വാസികളാണ്. പല മാർഗങ്ങളായാലും എല്ലാം ഈശ്വരനിൽ എത്തിപ്പെടുവാനായിക്കൊണ്ട്, ഈശ്വരനിലുള്ള പ്രീതി സമ്പാദിക്കുവാനായിക്കൊണ്ടാണ് എല്ലാവരും ഈശ്വരനെ ഭജിക്കുന്നതും ജപിക്കുന്നതും. എല്ലാവർക്കും ഒരാത്മവിശ്വാസവും ഒരാത്മസമർപ്പണവും വേണ്ടതായിട്ടുണ്ട്. ക്രിയാശക്തിയും ജ്ഞാനശക്തിയും എല്ലാം ഇച്ഛാശക്തിയും എല്ലാവരിലും വളർത്തിയെടുക്കണം. ആരെയും അടിക്കുവാനോ കൊല്ലുവാനോ തള്ളുവാനോ അല്ല. അവനവൻ്റെ കർത്തവ്യം ഇച്ഛാശക്തിയോടുകൂടി പൂർത്തീകരിക്കുക, ക്രിയാശക്തിയോടുകൂടി പൂർത്തീകരിക്കുക, ജ്ഞാനശക്തിയോടുകൂടി എല്ലാം കണ്ടറിഞ്ഞു പൂർത്തീകരിക്കുക. എന്നും ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇന്ന് തന്നെ പരമാവധി ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്രകാരം നമുക്ക് സമർപ്പിക്കുവാനായിക്കൊണ്ട് കഴിയണം. അതാണ് നമ്മുടെ കർത്തവ്യം എന്നറിയണം. പ്രകൃതിയിലുള്ള മറ്റു ജീവികൾ പണി തുടങ്ങിയാൽ, ഉദയം മുതൽ പണി തുടങ്ങിയാൽ അസ്തമയം വരെ അവർക്ക് വിശ്രമമില്ലാതെ അവർ പണിയെടുക്കുന്നത് കാണാം. ചില ജീവികളെ ശ്രദ്ധിച്ചാൽ നമുക്കത് അനുഭവം കൊണ്ട് തന്നെ വ്യക്തമാക്കും. അപ്രകാരം നമ്മൾ ജീവികളെ ശ്രദ്ധിച്ചാൽ തന്നെ അവരുടെ കർത്തവ്യം എന്തെന്നും അവരുടെ ഉത്തരവാദിത്വം എന്തെന്നും അവരിലൂടെ നമുക്കും ബോധ്യപ്പെടുവാനായിക്കൊണ്ട് സഹായമായി തീരും. അപ്രകാരമുള്ളൊരു പരിശോധന ഏവരിലും നടത്തുന്നതും നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരുവാനായിക്കൊണ്ട് ഈശ്വരനോടായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു.